ഇടുക്കി കമ്പംമേട്ട് സിഐക്കെതിരെ കയ്യേറ്റം. തമിഴ്നാട്ടിൽ നിന്നും പാസില്ലാതെ പാറപ്പൊടിയുമായി വന്ന വാഹനത്തിലെ ഡ്രൈവർ അബ്ബാസാണ് സിഐയെ കയ്യേറ്റം ചെയ്തത്. പരിക്കേറ്റ സിഐ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. അബ്ബാസിനെ കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള ഡ്രൈവർമാർ ചെക്ക് പോസ്റ്റ് ഉപരോധിക്കുന്നു. സിഐയാണ് ഡ്രൈവറെ ആദ്യം ആക്രമിച്ചതെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. സുബിൻ തോമസ് ചേർന്നു വിവരങ്ങളുമായി. സുബിൻ, എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? കമ്പംമേട്ട് എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയുടെ അതിർത്തി ഗ്രാമമാണ്. തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ബോർഡറാണ്. ഇവിടെയാണ് നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പ്രതിഷേധ സമരം നടക്കുന്നത്. തമിഴ്നാട് ബോർഡറിലാണ് നിലവിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ടോറസ് ലോറിയുടെ ഡ്രൈവർമാർ പ്രതിഷേധിക്കുന്നത്. പ്രധാനമായും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ കമ്പംമേട്ട് സിഐ ആയിട്ടുള്ള ഷമീർ ഖാൻ എന്ന് പറയുന്ന വ്യക്തി ഈ തമിഴ്നാട്ടിൽ നിന്നെത്തിയ ഒരു ലോറി പിടികൂടിയിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് പാസില്ലാതെ പാറപ്പൊടിയുമായി വന്ന ലോറിയാണ് തടഞ്ഞത്. ഈ സമയത്ത് ഡ്രൈവർ കയ്യേറ്റം ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ട് ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. സിഐ ഷമീർ ഖാൻ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഈ പ്രതിഷേധങ്ങൾ ഉടലെടുക്കുന്നത്. പ്രധാനമായും ഈ സിഐ ആണ് ആദ്യം ഈ ഡ്രൈവറായ അബ്ബാസിനെ മർദ്ദിച്ചത് എന്നുള്ള ഒരു ആരോപണമാണ് പ്രധാനമായും ഉയരുന്നത്. പ്രദേശത്തുണ്ടായ ദൃക്സാക്ഷികളും അത്തരത്തിലുള്ള ഒരു വിവരമാണ് നമുക്ക് നൽകുന്നത്. ഈ സിഐയെ ബന്ധപ്പെട്ട് നല്ലൊരു ട്രാക്ക് റെക്കോർഡ് ഉള്ള ആളല്ല. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു വാർത്ത നൽകിയിരുന്നു. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ പല്ലടിച്ചു കൊഴിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ വ്യക്തിയാണ് സിഐ ഷമീർ ഖാൻ. കൂടാതെ ഇയാൾക്കെതിരെ നിരവധിയായിട്ടുള്ള സമാനമായ കേസുകൾ അല്ലെങ്കിൽ സമാനമായ ആരോപണങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. അത്തരത്തിൽ ആരോപണം നിലനിൽക്കുന്നയാളാണ് ഷമീർ ഖാൻ. ഈ ഷമീർ ഖാനാണ് മർദ്ദനമേറ്റു എന്ന് പറഞ്ഞ നിലവിൽ ഇപ്പോൾ ഈ ഒരു ചികിത്സ നേരിട്ടുള്ളത്. ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ പാസില്ലാത്ത ലോറി ആയതിനാലാണ് ഇത്തരത്തിൽ പിടികൂടേണ്ട സാഹചര്യം ഉണ്ടായത്. ആ സമയത്ത് ഈ വാഹനത്തിന്റെ ഡ്രൈവറായിരുന്ന അബ്ബാസ് വലിയ ബഹളമുണ്ടാക്കുകയും ഇത്തരത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഷമീർ ഖാന്റെ കോർണറിൽ പിടിച്ച് വലിച്ച് താഴെയിടുകയും ഒക്കെ ആയിരുന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥർ, ഈ ഡ്രൈവർമാർ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ പോലീസുകാർ കയർക്കുന്നതിന്റെ ദൃശ്യങ്ങളും നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഡ്രൈവർ ഈ സിഐ മർദ്ദിച്ചു എന്ന് പറയുമ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർ നീ അത് കണ്ടോ എന്ന് ചോദിക്കുന്ന തരത്തിലൊക്കെ അത്തരത്തിലുള്ള ഭീഷണികളെല്ലാം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്ന ദൃശ്യങ്ങളും എന്തായാലും പുറത്തു വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഇതിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന മറ്റൊരു ആരോപണം. ഇപ്പോൾ സ്ഥലം MLA കൂടിയായിട്ടുള്ള എം മണി സ്ഥലത്തെത്തി ഈ കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. സിയെ സ്ഥലം മാറ്റണമെന്നുള്ളൊരു ആവശ്യം അദ്ദേഹം മുമ്പോട്ട് വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ശരി സുബിൻ.